പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമ്മയിലെ പൊട്ടിത്തെറി നമ്മൾ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് മുൻപ് പോലും നമ്മൾ സംസാരിച്ചിരുന്നു. അൻസിബ ഹസൻ അവർ ടിനി ടോമിനെതിരെ നിയമ നടപടിക്ക് മുതിർന്നേക്കും, നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ അതിന് പിന്നാലെ ഓരോ നിമിഷവും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ നിലവിലെ ഈ അമ്മയിലെ പൊട്ടിത്തെറിക്ക് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പെന്ന സൂചന കൂടി വരുന്നുണ്ട്. കുടുംബമേളയുടെ സൗണ്ട് സിസ്റ്റം വാടകയ്ക്ക് എടുത്തതിൽ വലിയ തുക വെട്ടിപ്പ് നടത്തിയെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. സംഗീത പരിപാടിയുടെ പേരിലും വെട്ടിപ്പ് നടന്നു എന്നൊരു ആക്ഷേപമുണ്ട്. കേറ്ററിംഗിന്റെ പേരിൽ 5 ലക്ഷം തട്ടിയെന്ന ആരോപണവും നിലനിൽക്കുന്നു. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുകയാണ്. സഹിൻ, അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ അസഭ്യം പറച്ചില്, ഭീഷണിപ്പെടുത്തൽ, ഇല്ലായ്മ, ഈ ഒരാളെ പറഞ്ഞ് തേജോവധം ചെയ്യൽ, കയ്യേറ്റ ശ്രമം, ഇതിനൊക്കെയും പുറമെ ദേ വരികയാണ് സാമ്പത്തിക തട്ടിപ്പ്. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അമ്മയിലെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം സാമ്പത്തിക തട്ടിപ്പിൽ നിന്നാണെന്നാണ്, അല്ലെങ്കിൽ ആ ആരോപണത്തിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുടുംബമേള നടന്നപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അവിടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കരാറെടുത്തിരുന്നത് എക്സിക്യൂട്ടീവിലെ തന്നെ ഒരു അംഗത്തിൻ്റെ ഭർത്താവാണ്. അയാൾ കൂടുതൽ പണം വാങ്ങി, അയാളുടെ കൺസൾട്ടേഷന് പോലും പണം വാങ്ങി എന്നുള്ളതാണ്. അത്രയധികം പണം കൊടുത്തതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു. മറ്റൊന്ന് കാറ്ററിംഗ് പേരിലാണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ കാറ്ററിംഗ് നടത്തിയിരുന്ന ആളുകൾക്കല്ല ഇത്തവണ കൊടുത്തത്. ആ പേരിൽ 5 ലക്ഷം രൂപ ഒരു വിഭാഗം തട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. കൂടാതെ സംഗീത പരിപാടിയിൽ സംബന്ധിച്ച് മുൻ വർഷം നടത്തിയിരുന്നത് 4 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഇത്തവണ അത് 11 ലക്ഷമായി മാറി. അതിന് ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിൻ്റെ പങ്കുണ്ട്. ആ എക്സിക്യൂട്ടീവ് അംഗം അതിൽ നിന്നും പണം തട്ടി എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നു. ഇതിനെല്ലാത്തിനും പുറമെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ യുവാക്കളെ വോട്ട് ചെയ്യുക എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ. അതിൻ്റെ ആ ക്യാമ്പയിൻ ഏറ്റെടുത്തത് അമ്മയിലെ തന്നെ 2-3 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചേർന്നുകൊണ്ടായിരുന്നു. അവരൊരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി അതിലേക്ക് ഈ ക്യാമ്പയിനിലേക്ക് ഉൾപ്പെടുകയായിരുന്നു. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ പണം പോലും തട്ടിയെടുത്തു എന്നുള്ളതാണ് അമ്മയിലെ ഒരു കൂട്ടം ഭാരവാഹികൾ പറയുന്നത്. 2 ചേരിയായി തിരിയുമ്പോൾ ഒരു വിഭാഗത്തിന് പണം നഷ്ടമായവരുടെ ആണെങ്കിൽ മറ്റൊരു വിഭാഗം പണം തട്ടിയെടുത്ത ആളുകളുടെ ആണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിയമ നടപടിയും നിയമ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും അമ്മ താരസംഘടനയുടെ ഈ ജനറൽ ബോഡി യോഗം ഈ വരുന്ന 26-ാം തീയതി നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ താരങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലുമ്പോൾ അംഗങ്ങൾക്ക് വലിയ അസഹിഷ്ണുതയാണുള്ളത്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അമ്മയുടെ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ഇടപെടാത്തതിലും അംഗങ്ങൾക്ക് വലിയ പരാതിയാണുള്ളത്. സേതു, ഓക്കെ, ശരി സഹിൻ, ശരി.